ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് കൊറ്റാമം എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ കൊറ്റാമം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. രാജഭരണകാലത്ത് തീരുവ പിരിച്ചിരുന്ന ചൗക്ക പ്രവർത്തിച്ചിരുന്ന സ്ഥലമായതിനാൽ കൊറ്റാമം എന്ന പേര് കിട്ടി. നെയ്യാറിനും കുഴിത്തുറയാറിനും ഇടയിലുള്ള പ്രധാന വഴിച്ചേരിയായിരുന്നു കൊറ്റാമം. പുകയില, പൊടി പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ കള്ളക്കടത്ത് തടയാനുള്ള കാവൽപുരയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ചില പഴയകാല എഴുത്തുകുത്തുകളിൽ കൊറ്റാർ മംഗലമെന്നും കൊറ്റിയാർ മംഗലമെന്നും രേഖപ്പെടുത്തി കാണുന്നു. ജനവാസ കേന്ദ്രവും ചൗക്കയുമൊക്കെ പ്രവർത്തിച്ചിരുന്ന കൊറ്റാമം പിന്നെ എപ്പോഴോ ആളൊഴിഞ്ഞ് കാടായി മാറി. പകൽ പോലും ആളനക്കമില്ലാത്ത പ്രദേശം. വഴിയാത്രക്കാർ മാത്രമാണ് വല്ലപ്പോഴും കടന്നുപോയിരുന്നത്. ഈ സാഹചര്യം മുതലെടുത്ത് ഇവിടെ പലകുറി കൊള്ളയും കൊലയും അരങ്ങേറി. പരാതികൾ നിരന്തരം പ്രവഹിച്ചപ്പോൾ കൊല്ലവർഷം 1019 ഭരണകൂടം ഇടപെട്ടു. കൊല്ലയിൽ പാറശാല അധികാരങ്ങളുടെ അതിർത്തി പ്രദേശമായ കൊറ്റാമത്ത് കാട് വെട്ടിത്തെളിക്കാനും 15-ാം കല്ലിൽ ഒരു കാവൽപുര കെട്ടാനും അനുമതിയായി. മാത്രമല്ല, കാവൽപുരയിൽ 2 സ്ഥിരം കാവൽക്കാരെ നിയോഗിക്കാനും ഉദയംകുളങ്ങരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും വ്യാപാര സ്ഥാപനങ്ങൾ കൊറ്റാമത്തേക്ക് മാറ്റാനും ഉദയംകുളങ്ങരയിലെ അന്തിച്ചന്ത മാറ്റി സ്ഥാപിക്കാനും ഉത്തരവുണ്ടായി. ഇതോടൊപ്പം 7-8 നാടാർ കുടുംബങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. കന്യാകുമാരി ജില്ലയിൽ നിന്നും കുടിയേറിയവരെയാണ് ഇവിടെ പാർപ്പിച്ചത്. ഇവരിലൂടെയാണ് ക്രിസ്തുമതം കൊറ്റാമത്തെത്തുന്നത്. അന്തിച്ചന്ത കൊറ്റാമത്തേക്ക് മാറ്റിയതോടെ ക്രയവിക്രയ സൗകര്യം നഷ്ടമായ ഉദയംകുളങ്ങരയിൽ പിന്നീട് 1926 റീജന്റ് റാണിയാണ് കമ്പോളം സ്ഥാപിച്ചത്. കൊറ്റാമത്ത് ഒരു പുരാതന ശാസ്താക്ഷേത്രമുണ്ട്. വേണാട് രാജാക്കന്മാർ ശബരിമല യാത്രക്കിടയിൽ വിരിവച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആദ്യകാലത്ത് ആൽത്തറയിലായിരുന്നു പ്രതിഷ്ഠ. പിന്നീട് ക്ഷേത്രം പണിതു. കൊട്ടാരം നിർമ്മിച്ച ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയും നടന്നു. ക്ഷേത്രപൂജയ്ക്കായി കൊട്ടാരത്തിൽ നിന്നും ആണ്ടടക്കം 40 പറ 4 നെല്ലും 15 പണവും പതിവിൽപ്പെടുത്തി അനുവദിച്ചിരുന്നതായി രേഖകളിൽ കാണാം. ശാലഭോഗ വസ്തുക്കളും ശ്രീവണ്ടാരൻ വക കണ്ടങ്ങളും ഉൾപ്പെട്ട കൊറ്റാമം ഏലായിൽ ഒരു കാലത്ത് 100 മേനി സമൃദ്ധി വിളഞ്ഞിരുന്നു. നാടാർ കുടിയേറ്റമാണ് ഈ മേഖലയിൽ കാർഷിക രംഗത്ത് പുത്തനുണർവേകിയത്. ഒരു കാലത്ത് താലൂക്കിൽ ഏറ്റവും അധികം മരച്ചീനി ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്രദേശം കൂടെയാണ് കൊറ്റാമം. മരച്ചീനിയിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായ യൂണിറ്റുകളും ഇവിടെ സജീവമായിരുന്നു. കലാകാരന്മാരുടെ നാടുകൂടെയാണ് കൊറ്റാമം. വിൽപ്പാട്ട് കലാകാരൻ ശങ്കരട്ടിയുടെ ജന്മനാട്. ആദൻകോട് പീണി ആശാന്റെ സമകാലീയനായിരുന്നു. വീശുകോൽ കൊണ്ട് താളം പിടിച്ച് പാട്ടുപാടി സദസ്യരെ കയ്യിലെടുക്കാൻ സമർത്ഥനായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിൽ 100 കണക്കിന് വേദിയിൽ ശങ്കരുട്ടി വിൽപ്പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രാഹ്മണ അധിനിവേശവും ഈ മേഖലയിൽ ഉണ്ടായി. രോഗപീഠയും പകർച്ചവ്യാധികളും കൊണ്ടാവണം ഒരു കാലം കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഈ നാടുപേക്ഷിച്ചു പോയി. കൊറ്റാമത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പരശുവയ്ക്കൽ. പരിക്കല്ല് എന്നാണ് പൂർവനാമം. പരശുവയ്ക്കൽ ഭഗവതി ക്ഷേത്രമാണ് പേരിന് ആധാരമെന്ന് കരുതുന്നു. പരശുവയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീചക്ര രൂപത്തിൽ ദേവിയെ ആവാഹിച്ച് ഷഡ്ദള പീഠത്തിൽ ഏതാണ്ട് ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതൊരു അപൂർവ പ്രതിഷ്ഠയാണ്. സാധാരണയായി ഗണപതി പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്താണ്. എന്നാൽ ഇവിടെ ഇടതുഭാഗത്താണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇടതുഭാഗത്ത് വേറെയും 3 ഗണപതി പ്രതിഷ്ഠകൾ കൂടെ കാണാം. ഇവ 3ഉം ബാല, സിദ്ധ, തോന്തി ഗണപതി ഭാവമെന്നാണ് സങ്കല്പം.
ക്ഷേത്രപ്രവേശനത്തിന് മുമ്പ് തന്നെ ഇവിടെ അവർണർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. ഉത്തര കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള പരവക്കൂത്ത് ഇവിടെ ആടിയിരുന്നതായും ദേവസ്വം രേഖകളിൽ കാണാം. അനുഷ്ഠാന കലയാണ് പരവക്കൂത്ത്. പിണിയകറ്റാൻ തോറ്റം പാട്ടോടെ പുലയൻ കുരുക്കൾ നടത്തുന്ന കൂത്താണ് പരവക്കൂത്ത്. പെരുന്തച്ചൻ സ്ഥാനനിർണയം നടത്തി നിർമ്മിച്ചതാണ് ക്ഷേത്രക്കുളം എന്നാണ് മറ്റൊരു വിശ്വാസം. പരമശിവനും മഹാവിഷ്ണുവും തുല്യഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് പരശുവയ്ക്കൽ തെക്കുംകര ക്ഷേത്രം. മൂലക്ഷേത്രത്തിൽ പ്രതിഷ്ഠ പരമശിവനാണ്. പാറശാല ശിവക്ഷേത്രത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. പരശുവയ്ക്കലിൻ്റെ പൗരാണികത ബുദ്ധജൈന മത കാലഘട്ടത്തോളം നീളുന്നതാണെന്ന് നാട്ടറിവുണ്ട്. പൊന്നംകുളം പ്രദേശം ഒരു കാലത്ത് ബുദ്ധജൈന മത കേന്ദ്രമായിരുന്നു എന്നാണ് നിഗമനം. ഐരയും അറയൂരുമൊക്കെ ഇതിനടുത്തുള്ള പ്രദേശങ്ങളാണ്. 1850കളിലാണ് ഈ മേഖലയിൽ നാടാർ കുടിയേറ്റം ഉണ്ടാകുന്നത്. ഇവരുടെ വരവോടെ കാർഷിക രംഗത്ത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി. അവർണർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ആപ്സ് എന്ന ക്രിസ്ത്യൻ മിഷണറി സ്ഥാപിച്ചതാണ് പൊന്നംകുളം LMS സ്കൂൾ. പരശുവയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ സവർണർക്കായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പാഠശാല പ്രവർത്തിച്ചിരുന്നു. നവോത്ഥാനത്തിന്റെ അലകൾ ആഞ്ഞടിച്ച കാലഘട്ടത്തിൽ 1906 ജാതിമതഭേദമന്യേ എല്ലാവർക്കും പഠനം നടത്തുന്നതിനായി ചക്രവാണിപ്പിള്ള എന്നയാൾ സ്വന്തം പുരയിടത്തിൽ ആരംഭിച്ച സ്കൂളാണ് ഇന്നത്തെ പരശുവയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂൾ. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.